അമ്മായി എന്നെ തൊടണ്ട. എടാ നിനക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാ 10 മണിക്കൂർ കഴിഞ്ഞാൽ റിപ്ലൈ തരൂലല്ലോ. ഞാൻ എന്നിട്ട് റിപ്ലൈ തന്നു. എന്നിട്ട് അമ്മ തിരിച്ച് എനിക്ക് മെസ്സേജ് അയച്ചാ. അമ്മയുടെ കസിൻ. ഹായ് ലച്ചുവേ, ഒരു ചായ എടുക്കും. വേണ്ട, ഞാൻ ചായ കുടിക്കില്ല. ചായ കുടിക്കൂലേ? അങ്ങനെ കട്ടൻ ചായ എടുക്കാം. ലച്ചുവേ, ഒരു കട്ടൻ ചായ എടുക്കും. വേണ്ട ചേച്ചി, എനിക്ക് പോണം. പോണോന്ന്? അതെങ്ങനെ ശരിയാവും? ചേച്ചി, എനിക്ക് നിങ്ങളാരും അറിയില്ല. എന്തോന്നമ്മ ഇത്രയും വലിയ കസിനായിട്ട് പറഞ്ഞു കൊടുത്തില്ലേ? ജീവനെ അങ്ങോട്ട് വാ. അല്ലേ അങ്ങോട്ട് വാ. അല്ല, എനിക്ക് പോണം. പോവാ, ചേച്ചി പറയുന്ന കേക്ക്. അങ്ങോട്ട് വാ. അനിയതോ ആറ്റത്തോ. അല്ല, എനിക്ക് പോണം. ആറ്റത്തോ അവിടെ ഇരിക്കണേ. അപ്പം പാവം കേട്ടോ, ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നേല്ലേ, എന്റെ ക്ഷീണം കാണും. അതുകൊണ്ടായിരിക്കും ചിലപ്പം പോണം പറഞ്ഞോണ്ടിരിക്കുന്നത്. അമ്മായി എന്തിനാണ് പറഞ്ഞോണ്ടിരിക്കണേ? അല്ല, ഞാൻ അവിടെ ഇരിക്കാൻ പറയായിരുന്നു. അമ്മായി ശരിക്കതാരാ? എടാ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അറിഞ്ഞുകൂടാന്ന്. അമ്മായിയല്ലേ പറഞ്ഞേ കസിനാന്ന്? പതുക്കെ പറ, അത് കേക്കും. എന്തിനു കേൾക്കുമെന്ന്? അമ്മ എന്തിനാ കളിക്കണ? ഞാൻ അവിടെ ഒന്ന് ചോദിച്ചപ്പോ എന്താണ് പറഞ്ഞത്? ഞങ്ങള് ബൈക്കിലാണ് ശാർക്കിൽ ഇവിടെ വരെ വന്നത്, നീ മറ്റേ എന്റെ കസിനാണെന്നൊക്കെ. ആരെന്തിനു പറഞ്ഞെന്ന്? ചെറുക്ക, ഞാൻ ഒരു ചായ കുടിക്കണമെന്ന് ചോദിച്ചല്ലേ ഉള്ളൂ. അപ്പൊ നീയല്ലേ വിളിച്ചോണ്ട് അകത്ത് വന്നത്? എന്തിനു? ബൈക്ക് കൊള്ളാല അളിയമ്മ എന്ന് വിളിച്ച നീയല്ലേ കൊണ്ട് വന്നത്? തന്നെയല്ലേ? അപ്പൊ അമ്മയുടെ ആ സമയം അവിടെ പോയി പറഞ്ഞു വരുന്നപ്പോ എടാ ഇതെന്റെ ആരുമല്ലെന്ന്. കൊള്ളാല്ല. ലാസ്റ്റ് എന്റെ വെക്കിട്ടെല്ലാം വെക്കാൻ നോക്കണ. നടക്കൂല കേശുവേ, നീയാണ് വിളിച്ചോണ്ട് വന്നത്. അല്ല, ഇതിപ്പോ ശരിക്കും വാ. അതെ, ഞാൻ ശാർക്കരയിൽ ഇങ്ങോട്ട് വരെയായിരുന്നു. അപ്പം അവ അവിടെ നിന്ന് ഫോൺ വിളിച്ചോണ്ടിരിക്കണം. പാറമടയിലൊക്കെ നോയിക്കൊണ്ടിരിക്കണം ഉണ്ടായിരുന്നു. അപ്പൊ സൂയിസൈഡ് ചെയ്യാൻ വന്നതാണ്. പാറമടയിൽ ചാടി അവൻ സൂയിസൈഡ് ചെയ്യാൻ വന്നതാണ്. ഞാൻ പോണ് അങ്ങോട്ട്. ജീവനല്ലേടേ, നമ്മൾ ഇങ്ങനെയൊക്കെ കരുതാൻ പാടുണ്ടോ? നമ്മൾ രക്ഷിക്കണം. എന്റെ പൊന്നമ്മ, എന്റെ അമ്മയുടെ മോനൊന്നും അല്ല അത് ജീവൻ രക്ഷിക്കാൻ. ലച്ചു, നമ്മളിങ്ങനെ സ്വാർത്ഥരാകാൻ പാടില്ല. എടേ, അവന്റെ അച്ഛനും അമ്മയായിട്ടൊക്കെ എന്തോ പ്രശ്നമുണ്ട് അവന്. അവന്റെ അച്ഛനും അമ്മേനെ അമ്മായിക്ക് അറിയോ? അല്ല, ഫോണിൽ സംസാരിക്കാൻ കേട്ടെ. എടാ, സീരിയസ് ആയിട്ട് എന്തോ പ്രശ്നമുണ്ട്. അമ്മായിക്കാണ് പ്രശ്നം. ഇങ്ങനെ പറയാതെ നമുക്കൊരു പരിഹാരം കാണണ്ടേ? നമുക്കൊരു പരിഹാരം കാണണ്ടേ? നമുക്ക് അവനൊന്ന് പരിഹാരം കണ്ടിട്ട് വന്നാൽ മതി. ഞാൻ അതുവഴി പോവാ. കൊണ്ടുപോയി നിങ്ങളൊരു കാര്യം ചെയ്യും. ഇവിടെ ഇല്ലേ ചേച്ചി? ഇവിടെ ഇല്ല കേട്ടാ. ഞാൻ ഇപ്പൊ എന്റെ പൊന്നു കേശുവേ, നീ പോയ ആ ചെറുക്കനെ ഞാൻ ഇവിടെ ഇരുത്തിട്ട് നിന്റെ കൂടെ ഇറങ്ങി വരും. ഞാനും വരും. ഞാനങ്ങ് പടവലത്ത് പോകും. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം. ആ ചേട്ടന് ചായയും കാപ്പിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ഇവിടെ അങ്ങ് നിൽക്കാം. എന്നാലും എന്റെ അമ്മായി ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുകയാണ്, ഈ വഴി കൂടെ പോണ വയ്യാവേലിയൊക്കെ എന്തിനാണ് ഇങ്ങോട്ടെടുത്തോണ്ട് പറഞ്ഞത്? അതൊരു പുതുമയല്ലല്ലോ. ഉള്ള വയ്യാവേലി എല്ലാം കൂടെ എടുത്ത് തല വെച്ചോളും. പണ്ടൊരു ഷിബുവിനെ നന്നാക്കാൻ നോക്കിയതല്ലേ, ഇപ്പോഴും ആ ഊരാ കൊടുക്ക് നമ്മുടെ വീട്ടിന്റെ ചുറ്റും നടക്കുക. എടാ, ആ പയ്യനെ നിന്നെപ്പോലൊരു പയ്യനല്ലേടാ. അവനും അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ കാണും ഇല്ലേ? എടാ, അവൻ ആത്മഹത്യയൊന്നും പിന്തിരിപ്പിക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യമല്ലേടാ.